ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് സൺഡേ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുവാണോ അതോ പുറത്തോട്ടൊക്കെ ഇറങ്ങിയോ? ഞാനാണെങ്കിൽ ഇന്ന് കോൾഡൊക്കെ പിടിച്ചിങ്ങനെ വീട്ടിലിരിക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ഹെയർ ബോ ചെയ്യാമെന്ന്. അപ്പോൾ എൻ്റെ അടുക്കുന്ന ഒരുപാട് പേര് ചോദിച്ച അതായത് ഞാൻ സെയിൽ ചെയ്തിട്ടുള്ള ഒരു ഹെയർ ബോ ആണ് ഇത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ബോ ആണ്. കാണാനൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ ബോ ആണ്. കാണുന്നത് പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ബിഗിനേഴ്സിനാണെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ എൻ്റെ ബിഗിനേഴ്സ് കോർണർ എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ നോക്കിയിട്ട് ഹെയർ ആക്സസറീസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുന്നുള്ള കാര്യം മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോ കാണാം. നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡിൽ 3 ഫ്ലവർ ആവശ്യമുണ്ട്. അതിലൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ ഈ ഓരോ 2 റിബണും 3 എണ്ണം വീതം വേണം. അപ്പോൾ ക്രീം റിബണ് 40 സെൻറ്റിമീറ്ററിലും മെറൂൺ റിബൺ ഞാൻ 30 സെൻറ്റിമീറ്റർ ലെങ്ത്തിലുമാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സെയിം സൈസാണ് കേട്ടോ മൊത്തം വേണ്ടത്. പിന്നെ ഈ ഒരു റിബണ് ഹെയർ ബാൻഡ് റോൾ ചെയ്തെടുക്കാൻ ഒരു റെഡ് കളർ സാറ്റിൻ റിബണും എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മിഡിൽ വെക്കാൻ വേണ്ടി ഒരു റോസ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവർ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ, സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ചെയ്ത് കാണിച്ചു തരാം. സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ്. പിന്നെ നമുക്ക് ത്രെഡും നീഡിലും ആവശ്യമുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഫ്ലവർ മേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ യൂസ് ചെയ്യാം കേട്ടോ. അരികുവശമൊക്കെ ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. നമുക്ക് ഫ്ലവർ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഓരോ റിബണും മിഡിലിലൂടെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു റിബൺ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് നെക്സ്റ്റ് കളർ എടുക്കണം. അതായത് ഞാനിപ്പോൾ മെറൂൺ എടുത്തു, ഇനി ക്രീം കളർ എടുക്കണം. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് എല്ലാ കളറും ചെയ്തെടുക്കണം. അതായത് ഒരു ഫ്ലവറിൽ ടോട്ടൽ 6 റിബൺസ് വരുമല്ലോ, അതുപോലെ ഒന്ന് നമുക്ക് ചെയ്തെടുക്കണം. എൻ്റെ സൗണ്ടൊന്നും അത്രയല്ല ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് കോൾഡ് പിടിച്ചത് കൊണ്ടാണ്, ഒന്നും വിചാരിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ മാക്സിമം സൗണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, സെൻറ്ററിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് 3 ഫ്ലവേഴ്സ് ഞാൻ എടുക്കുന്നുണ്ട്. 3 ഫ്ലവേഴ്സും ആദ്യം ഒരുമിച്ച് കോർത്ത് ടൈറ്റാക്കി വെക്കണം. അതിന് ശേഷം വേണം ഇതിൻ്റെ മിഡിലോട്ട് വെക്കാൻ. അപ്പോൾ നമുക്ക് ഗ്ലൂവിൻ്റെ ആവശ്യം ഒട്ടും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങളതുപോലെ ഗ്ലൂ യൂസ് ചെയ്യാതെ, മാക്സിമം ഗ്ലൂ യൂസ് ചെയ്യാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ബോ കൂടുതലും ടൈറ്റായിട്ട് നിൽക്കും, ഇളകി പോരത്തൊന്നുമില്ല പെട്ടെന്ന്. ഞാനൊരു ഫ്ലവർ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ഫെൽറ്റ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ടൊരു അലിഗേറ്റർ ക്ലിപ്പ് അവിടെ പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കിടക്കും പെട്ടെന്ന് തന്നെ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒന്ന് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കണം. ഹെയർ ബാൻഡ് ഞാൻ ഈ ഒരു റെഡ് കളർ സാറ്റിൻ റിബണിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹെയർ ബാൻഡ് ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത്. ബ്ലാക്ക് കളർ സാറ്റിൻ റിബൺ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഒരു ഹെയർ ബാൻഡിൻ്റെ മുകളിലോട്ട് എങ്ങനെയാണ് സാറ്റിൻ റിബൺ റോൾ ചെയ്തെടുക്കുക എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഓരോ ഫ്ലവറും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു ഫെൽറ്റ് ഷീറ്റ് കൂടി വെക്കണം അടിഭാഗത്ത് ഒട്ടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഓരോന്ന് ഒട്ടിച്ചതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പ് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒട്ടിക്കിടക്കും. അതുപോലെ നിങ്ങൾ 3 ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്ത് നോക്കണം. ഉറപ്പായാലും ആരെങ്കിലുമൊക്കെ വാങ്ങാതിരിക്കില്ല. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. നമ്മുടെ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ സെയിൽ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് എപ്പോഴത്തെയും പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഉറപ്പായിട്ടും സെയിലാവും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ. Thank you.